സാറേ നമസ്കാരം. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഓരോ വീഡിയോസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലിടും. അപ്പം ആ വീഡിയോസിൽ നമുക്ക് ഭയങ്കര വളരെ ഉപയോഗപരമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ്, നമ്മുടെ ഈ ഒരു ടീമിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇടുന്നത്. ഇപ്പോൾ ആദ്യം ഇതൊക്കെ നമ്മുടെ ഈ ടീമിലുള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുത്ത വെബ്സൈറ്റാണ്. ഇത് അരുൺനാഥ് സാറിൻ്റെതാണ്, ഇത് വിഘ്നേശ്വർ സാറിൻ്റെയാണ്, ഇത് കിഷോർ സാറിൻ്റെയാണ്, ഇത് ചന്ദ്രൻ സാറിൻ്റെയാണ്, ഇത് ജോൺ സാറിൻ്റെയാണ്, ഇത് കിഷോർ സാറിൻ്റെയാണ്, ഇത് അജയൻ സാറിൻ്റെയാണ്, അതുപോലെ ഇത് സുജിൻ സാറിൻ്റെയാണ്. സോ നമുക്കിപ്പം ഇത്രയും വെബ്സൈറ്റ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ വെബ്സൈറ്റ്സ് നമ്മുടെ കയ്യിൽ വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആൾക്കാരെ അറിയിക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം. സോ അതിനുവേണ്ടി നമുക്കൊരു നോർമൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്ന പോലെ തന്നെ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് കൺവേ ചെയ്യാം. അതുപോലെ നമുക്ക് ഒരാളെ വിളിച്ച് പറയാം, നമ്മുടെ കസ്റ്റമറെ വിളിച്ച് പറയാം. സോ നമ്മളിപ്പം എന്തുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ആവുന്നത് പോസ്റ്ററിലൂടെ നമ്മൾ അടിച്ച് മെൻഷൻ ചെയ്തിട്ട് കസ്റ്റമറെ അറിയിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അരുൺനാഥ് സാറിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒരു ഡിസൈൻ എടുക്കുകയാണ്. സോ ഇതാണ് ഹോം പേജ് ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈനിൽ ഞാൻ ഇന്ന് നേരിട്ട് ഇതിനകത്ത് കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, കുറേ പേജസ് ഉണ്ട്, കുറേ ലിങ്ക്സ് ഉണ്ട്. സോ നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് ഈ പേജസ് എന്ന മെനുവിൽ പോയിട്ട് ക്രിയേറ്റ് പോസ്റ്റർ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മളെ ഇനിയൊരു പേജിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഒരു ഇമേജ് എടുക്കുക, ഡിസൈൻ സെലക്ട് ചെയ്യുക, അതുപോലെ എന്താണ് മെസ്സേജ്. ഇവിടെ നമ്മൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മലയാളം ബ്രെയിൻ വാഷിംഗ് മെസ്സേജസ് നമ്മൾ 500 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് പോസ്റ്റർ കൊടുക്കും. അപ്പോൾ ഇവിടെ പോസ്റ്റർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് പോസ്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഇമേജ് മാത്രം ഒന്ന് ചൂസ് ചെയ്യണം. ബാക്കിയുള്ള കണ്ടൻറ്റൊക്കെ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഡിസൈൻ ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. അതായത് വിസിറ്റ് മൈ വെബ്സൈറ്റ് നെയിമും താഴെ നമ്മുടെ പേരും നമ്മുടെ പ്രൊഫൈലും നമ്മുടെ മൊബൈൽ നമ്പറും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെ ഓട്ടോമാറ്റിക് ഡിസൈൻ ആയിട്ട് വരും. അപ്പം ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. ആ മെസ്സേജ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ടും ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കസ്റ്റമറുടെ റിന്യൂവൽ മെസ്സേജ് വരെ നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് അയക്കാനുണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് അയക്കാം. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് നെയിം ഇതിനകത്ത് പ്രീ ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട്. താഴെയും നിങ്ങളുടെ പേരും മറ്റുള്ള ഇൻഫർമേഷനും പ്രീ ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ, നിങ്ങളുടെ വാട്സാപ്പിൽ, നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന മുഖാന്തരം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ളത് ഇത് നോക്കുന്ന ആൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ ഈ പോസ്റ്ററിൽ നിങ്ങൾ ഇടുന്ന ഇൻഫർമേഷൻ ഇത് നിങ്ങളുടേതായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. കാരണം ഇതിൻ്റെ പുറകിൽ നമ്മൾ വാട്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇനി ഒരാൾക്കും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ഇത് കാണുന്ന ഒരു കസ്റ്റമർക്ക് ഒരു ആധികാരികത അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെയുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് പേജസ് ക്ലിക്ക് ചെയ്യാം. പേജസ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് പോസ്റ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ക്യാൻവയിലും മറ്റുള്ള ഇതിലൊക്കെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ തന്നെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് കസ്റ്റം മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അയക്കുകയും ചെയ്യാം ഇവിടെ. സോ ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തിട്ട് എപ്പോഴും പറ്റുമെങ്കിൽ ദിവസവും ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു ആക്ടിവിറ്റി വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. സോ ഇത് മൊബൈലിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള മെസ്സേജ് ഞാൻ എത്രയും പെട്ടെന്ന് മൊബൈലിൽ എങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ ഇപ്പം ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇപ്പം നമുക്ക് ഇത് മൊബൈലിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. മൊബൈലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് മെനുവിൽ പോയിട്ട് ഇവിടെ പേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേജസിൻ്റെ അവിടെ പോയിട്ട് ക്രിയേറ്റ് പോസ്റ്റർ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റർ ഇപ്പോൾ തൽക്കാലം അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു പോസ്റ്റർ ഇവിടെ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസൈൻ അപ്ലോഡ് ചെയ്യാം. ഡിസൈൻ സെലക്ട് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് മെസ്സേജ് സെലക്ട് ചെയ്യുക. ഏത് മെസ്സേജാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. കസ്റ്റം മെസ്സേജ് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട്
ഇപ്പോൾ ഇതൊരു മെസ്സേജ് സെലക്ട് ആക്കിയിട്ട് ഞാൻ ഡൗൺലോഡ് പോസ്റ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇത് പോസ്റ്റർ ഇങ്ങനെ ഡൗൺലോഡായി. ഈ പോസ്റ്റർ നമുക്കിപ്പം നമ്മുടെ വാട്സാപ്പിൽ പോയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ഈ ഇമേജസിനെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. സോ അതുപോലെ നമ്മൾ ഓരോ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്യാം. സോ ഇതുപോലെയുള്ള ആക്ടിവിറ്റി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലുള്ള ക്രിയേറ്റ് പോസ്റ്റർ എന്ന മെനുവിലേക്ക് പോയിട്ട് ഈ ആക്ടിവിറ്റി നമ്മൾ കുറേ ചെയ്തിട്ട് എത്രത്തോളം കസ്റ്റമറുടെ അടുത്തേക്ക് അല്ലെങ്കിൽ എത്രത്തോളം പ്രോസ്പെക്ട്സിൻ്റെ അടുത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റുമോ, റീച്ച് ചെയ്യാൻ പറ്റുമോ, ആ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. താങ്ക് യു.